ബൈബിൾ എന്ന പദത്തിൻ്റെ ഉത്ഭവം. ബൈബിൾ എന്ന ഇംഗ്ലീഷ് പദം ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുണ്ടായതാണ്. ഈ പദത്തിന് പുസ്തകങ്ങൾ എന്നാണ് അർത്ഥം. ബിബ്ലസ് അഥവാ പാപ്പിറസ് എന്ന ഞാങ്ങണച്ചെടി അരച്ചു പരത്തിയുണ്ടാക്കി എഴുതാൻ ഉപയോഗിച്ചിരുന്ന കട്ടിക്കടലാസാണ് ബിബ്ലിയോൺ. പിന്നീട് ബിബ്ലിയോൺ എന്നതിന് പുസ്തകം എന്നും ബിബ്ലിയ എന്നതിന് പുസ്തകങ്ങൾ എന്നും അർത്ഥമായി. BC 1100 ഈജിപ്തിൽ നിന്നും ഫൊയ്നീഷ്യയിലെ ഗേബൽ തുറമുഖത്തേക്ക് ഈ ബിബ്ലിയോൺ കയറ്റി അയച്ചിരുന്നു. അതിനാൽ ഗേബൽ പട്ടണം പിന്നീട് ബിബ്ലോസ് പട്ടണം എന്നറിയപ്പെട്ടു. ഈ പാപ്പിറസ് അഥവാ ബിബ്ലസ് കടലാസിൽ ചിലത് BC 1100 നിർമ്മിച്ചത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്നാൽ പഴയ നിയമ ഗ്രന്ഥങ്ങൾ ആദ്യമായി എഴുതിയിരുന്നത് മൃഗങ്ങളുടെ തോൽ ചുരുളുകളിലാണ്. AD 2-ാം നൂറ്റാണ്ട് മുതൽ തിരുവെഴുത്തുകൾക്ക് ടാ ബിബ്ലിയ എന്ന പേര് വിളിച്ചു തുടങ്ങി. AD 1382 ഇംഗ്ലീഷിലേക്ക് ബൈബിൾ ഭാഷാന്തരം ചെയ്ത ജോൺ വിക്ലിഫ് ബൈബിൾ എന്ന പദം സ്വീകരിച്ചു. ദ ബൈബിൾ ലോകത്തിൽ ആദ്യമായി എഴുതപ്പെട്ട പുസ്തകത്തിന് ലഭിച്ച അംഗീകാരം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-25, 2 തിമോഥെയോസ് 4:13 ആദ്യായ ഭാഗങ്ങളിൽ ബിബ്ലിയ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ള പദമാണ് ബൈബിൾ. അത് പരിഭാഷപ്പെടുത്തി വിവിധ ഭാഷകളിൽ ഇന്നും ഉപയോഗിക്കുന്നു.